FCFC ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിറ്റി, കഞ്ഞിരപ്പള്ളി സെൻറ് തോമസ് FCC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ടെസ് മരിയ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാം ഏറ്റവും പ്രിയങ്കരിയായിരുന്ന ബഹുമാനപ്പെട്ട ഗ്രേസമ്മയുടെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അന്തിമോപചാരമർപ്പിച്ച് അമ്മയെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. അമ്മയുടെ വേർപാടിൽ ഏറ്റവും അധികം വിഷമിക്കുന്ന അമ്മയുടെ കുടുംബാംഗങ്ങൾക്ക് ഈ FCC സെൻറ് തോമസ് പ്രൊവിൻസിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് എല്ലാവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, സ്വർഗപിതാവ് നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമായിരുന്നു ബഹുമാനപ്പെട്ട ഗ്രേസമ്മ. നമ്മുടെ സേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഗ്രേസമ്മയുടേത്. ആ സ്നേഹ ശുശ്രൂഷയിലൂടെ അമ്മ നമ്മെ ധന്യരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറേ നല്ല ഓർമ്മകൾ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് അമ്മ നമ്മോട് യാത്ര ചോദിക്കുകയാണ്. ഏതാണ്ട് 73 വർഷം മുമ്പ് അമ്മ ആരംഭിച്ച ഈ ലോക തീർത്ഥാടനത്തിൽ കഴിഞ്ഞ 51 വർഷങ്ങളിൽ എണ്ണ നിറച്ച് വിളക്ക് കൊളുത്തി മണവാളനെ സ്വീകരിക്കുവാൻ കാത്തിരുന്ന വിവേകവതിയായ ഒരു കന്യകയാണ് ഗ്രേസമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്കറിയാം. 51 വർഷം മുമ്പ് തനിക്ക് ലഭിച്ച സന്യാസ ജീവിതത്തിൻ്റെ വിളക്കിൻ്റെ തിരി, വിളക്കിൽ എണ്ണ നിറച്ച് സന്യാസ ജീവിതത്തിലെ ജ്വലിക്കുന്ന പ്രവർത്തനവും ജീവിതവും വഴി അനേക വ്യക്തികൾക്ക് സഹായമായി, തണലായി ഈശോ പറയുന്ന ഭൂമിയുടെ ഉപ്പും വെളിച്ചവുമായിട്ട് ഗ്രേസമ്മ മാറി എന്നുള്ളതാണ്. 73 വർഷം ഈ ലോക തീർത്ഥാടനത്തിൽ 51 വർഷം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത മാതൃക പിഞ്ചെന്ന് ദൈവം കാണിച്ചു കൊടുത്ത വാഗ്ദത്ത ഭൂമിയിലേക്ക് നമുക്ക് മുമ്പേ ഇന്ന് യാത്രയാകുന്ന ഗ്രേസമ്മയ്ക്ക് പറയുവാൻ സാധിക്കും, ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിൽ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീതിമാനായ ദൈവം എനിക്ക് നീതിയുടെ കിരീടമണിയിക്കട്ടെ എന്ന്. അമ്മയുടെ മരണവിവരം അണക്കര ഇടവകയിൽ കേട്ടപ്പോൾ മുതൽ അണക്കരയിലെ ഇടവകയിലെ അനേകർ അമ്മയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണ്, ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്ത ഒരു സിസ്റ്ററാണ് അണക്കര മഠത്തിലെ ഗ്രേസമ്മ എന്നുള്ളത്. അണക്കരയിലെ അമ്മയ്ക്കൊരുമ്മ എന്നൊരു സ്നേഹ കൂട്ടായ്മ, അണക്കരയിലെ അനേക ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന വലിയൊരു സ്നേഹ കൂട്ടായ്മയാണ്. ആ സ്നേഹ കൂട്ടായ്മക്കാർ ഇന്നലെ അമ്മയുടെ മരണവിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അമ്മയെക്കുറിച്ച് വിശേഷിപ്പിച്ച ഇപ്രകാരമാണ്, അണക്കരയിലെ മദർ തെരേസ യാത്രയായി എന്നാണ്. ഏതാണ്ട് 19 വർഷം 2006 മുതൽ അമ്മ അണക്കര ഇടവകയിൽ ചെയ്ത സേവനം അവിടുത്തെ നാനാജാതി മതസ്ഥർക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത വലിയൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഗ്രേസമ്മയെ 2 വർഷത്തെ അടുത്തുള്ള പരിചയമേ ഉള്ളൂ. പക്ഷേ അണക്കരയിലെ 25 സന്യാസികളിൽ വിളങ്ങി ശോഭിച്ച, സന്യാസ ജീവിതത്തിൻ്റെ ഊടും പാവവും മെനഞ്ഞെടുത്ത, സന്യാസ ജീവിതത്തിൽ എല്ലാവർക്കും മാതൃകയായി തീർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഗ്രേസമ്മ എന്ന് പറയുവാൻ സാധിക്കും. അണക്കര ഇടവകയിൽ ഞാൻ ചാർജ് എടുത്ത് അണക്കര ഇടവകയിലെ കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിനെ വിളിച്ചു കൂട്ടിയപ്പോൾ ഏതാണ്ട് 80 പേരുണ്ടായിരുന്നു. സിസ്റ്റേഴ്സിനെ ആരും ഞാൻ വിളിച്ചിരുന്നില്ല. പക്ഷേ ആ കൂട്ടത്തിൽ ഗ്രേസമ്മയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗ്രേസമ്മ മനുഷ്യനെ സ്നേഹിക്കുന്ന വലിയൊരു സന്യാസിനിയായിരുന്നു. അണക്കര ഇടവകയിലെ ഏതാണ്ട് 46 കുടുംബ കൂട്ടായ്മകളിൽ ഒരു കൂട്ടായ്മയിൽ പോലും പോകാതെ എല്ലാ കൂട്ടായ്മ പ്രാർത്ഥനയിലും പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഗ്രേസമ്മ. ഗ്രേസമ്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2 വാക്കാണ്. ഗ്രേസമ്മ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഗ്രേസമ്മ. ഞാൻ ഗ്രേസമ്മയെ അണക്കരയിൽ കണ്ടിരിക്കുന്നത് ഒന്നുകിൽ അണക്കര മഠത്തിൻ്റെ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേസമ്മയാണ്, അല്ലെങ്കിൽ അണക്കര ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ തോളിൽ ഒരു തുണിസഞ്ചിയും ഒരു വള്ളി ചെരുപ്പും ഇട്ടുകൊണ്ട് പാവങ്ങളെ തേടി നടക്കുന്ന ഗ്രേസമ്മയാണ് ഞാൻ അണക്കര ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ കണ്ടത്. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അമ്മ വളരെ ലളിത ജീവിതവും ദാരിദ്ര്യ ചൈതന്യവും നിറഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ വളരെ അടുക്കവും ചിട്ടയുമുള്ളൊരു ജീവിതമായിരുന്നു. എല്ലാവരെയും ഒരുപോലെ കാണും, ആരോടും പ്രത്യേകത ഒരു മമതയൊന്നും ഗ്രേസമ്മയ്ക്കുണ്ടായിരുന്നില്ല. വൈദികരോട് നല്ല ബഹുമാനം പുലർത്തിയൊരു സന്യാസിനിയായിരുന്നു ബഹുമാനപ്പെട്ട ഗ്രേസമ്മ. ഇടവകയിലെ വിവിധങ്ങളായിട്ട് ജനങ്ങൾക്കു വേണ്ടി ആട്, കോഴി, തയ്യൽ മിഷൻ, കമ്പ്യൂട്ടർ, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ബാഗ്, അങ്ങനെ വിവിധ പ്രോജക്റ്റുകളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഗ്രേസമ്മയാണ് അണക്കരയിലെ സർവ്വജനങ്ങൾക്കും അറിയാവുന്നത്.
മദ്യപാനമെന്ന സാമൂഹ്യ വിപത്തിലൂടെ തകർന്നുപോയ അനേക കുടുംബങ്ങളെ മരുന്നിലൂടെയും കൗൺസിലിങ്ങിലൂടെയും കുടുംബങ്ങളെയും വ്യക്തികളെയും രക്ഷപ്പെടുത്തിയ ഒരു നല്ലൊരു സമരിയക്കാരിയാണ് ഗ്രേസമ്മ എന്ന് പറയുവാൻ സാധിക്കും. അണക്കര ഇടവകയിൽ ഏതാണ്ട് 1010 വീടുകളിൽ എല്ലാ വീടിലും ഗ്രേസമ്മ എത്തിയിട്ടുള്ളതാണ്. കാരണം ഏത് വീട് ചോദിച്ചാലും അത് എവിടെയാണ്, ആ വീടിനെക്കുറിച്ചുള്ള പ്രത്യേകതകളും എല്ലാം കൃത്യമായിട്ട് ഗ്രേസമ്മയ്ക്ക് അറിയാവുന്നതാണ്. ഇനി അതുതന്നെയല്ല, അണക്കര ഭാഗത്തുള്ള ഹിന്ദു ക്രൈസ്തവ അകത്തോരിക്കലുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഗ്രേസമ്മ. അങ്ങനെ എല്ലാവരോടും ആവശ്യങ്ങളിൽ, രോഗങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അവരിലേക്ക് സഹായഹസ്തവുമായിട്ട് ഇറങ്ങിച്ചെന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഗ്രേസമ്മ. രോഗബാധിതരായിട്ട് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഗ്രേസമ്മ പറഞ്ഞു അസുഖമൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം പഴയപടി വീണ്ടും ഗ്രേസമ്മ തൻ്റെ തോളിൽ ആ തുണിസഞ്ചിയും തൂക്കിക്കൊണ്ട് ഗ്രേസമ്മ പുറത്തേക്ക് പോവുകയാണ് ജനങ്ങളുടെ അടുത്തേക്ക്. ഗർഭിണികൾക്കായുള്ള സ്ത്രീകൾക്ക് നല്ല മൂല്യബോധമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്ത് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ നല്ല തലമുറയായി വാർത്തെടുക്കുവാൻ ഗ്രേസമ്മ പരിശ്രമിച്ചിട്ടുള്ളത് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് അസീസി തുടർ പരിശീലനവും മുണ്ടക്കയത്തെ ഷെൽട്ടർ ഹോമും വളർന്ന് നിൽക്കുന്നതിൻ്റെ പിന്നിലെ തുടക്കക്കാരിയും ചാലകശക്തിയും ഊർജവും ഗ്രേസമ്മയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വലിയ വസ്തുതയാണ്. ഈ സെൻറ് തോമസ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിട്ട് 9 വർഷം നല്ല രീതിയിൽ സുദീർഘമായ സേവനം അനുഷ്ഠിക്കുകയും അതുതന്നെയല്ല 35-ാമത്തെ വയസ്സിൽ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിട്ട് തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയൊരു വരദാനമാണ് ഗ്രേസമ്മയെന്ന് നമുക്കെല്ലാവർക്കും പറയുവാൻ സാധിക്കും. ആർക്കും ഏത് സമയത്തും സമീപിക്കാവുന്ന പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്നു ഗ്രേസമ്മയെന്ന് പലരും ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അനേകരുടെ മനസ്സിൽ ഇടം പിടിച്ചതിന് ശേഷമാണ് ഇന്ന് ഗ്രേസമ്മ നമ്മളോട് യാത്രയാവുക. ഗ്രേസമ്മയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി ഞാൻ ഒരാഴ്ച മുമ്പ് ചോറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരിക്കലും കരുതല്ല ഗ്രേസമ്മ ഇത്രയും പെട്ടെന്ന് കടന്നു പോകുമെന്ന്. ഒരുപക്ഷെ തലേദിവസം ഗ്രേസമ്മയെ കാണുവാൻ വന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഒരിക്കലും ചിന്തിച്ചില്ല ഗ്രേസമ്മ പെട്ടെന്ന് കടന്നു പോകുമെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്രേസമ്മയുടെ ജ്യേഷ്ഠ സഹോദരി തങ്കമണിയിൽ മറിയക്കുട്ടിയുടെ സംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അവിടെയും ഗ്രേസമ്മ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രേസമ്മ വളരെ ക്ഷീണിതയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയപ്പോൾ ചിന്തിച്ചത്, ഈ ദൈവത്തിന് വേണമെങ്കിൽ ഈ അമ്മയെ ഇത്രമാത്രം സേവനം ചെയ്യുന്ന ഈ അമ്മയെ ഒരു 10-20 വർഷം കൂടെ ജീവിതം കൊടുക്കുകയായിരുന്നെങ്കിൽ എത്രയോ മനുഷ്യർക്ക് നന്മ ലഭിക്കാമായിരുന്നു. പിന്നെ എന്തിന് ദൈവം വിളിച്ചു? ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ 2025 ഓഗസ്റ്റ് 16 ഗ്രേസമ്മയ്ക്ക് വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് ആലേഖനം ചെയ്ത ഡേറ്റാണ്. അതിനുവേണ്ടി ഗ്രേസമ്മയെ 1 വർഷക്കാലം ക്യാൻസർ രോഗബാധിതയായിട്ട് ദൈവം ഒരുക്കുകയായിരുന്നു. നമുക്കറിയാം ഗ്രേസമ്മ 73 വർഷമേ ഉള്ളുവെങ്കിലും 90 വർഷം ജീവിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഗ്രേസമ്മ ദൈവസ്ഥാനത്തിലേക്ക് യാത്രയാവുക. നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് തനിക്കിഷ്ടപ്പെടുന്നവരെ ഏറ്റവും അധികം നേരത്തെ വിളിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രോവിൻസിലെ സിസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥം വഹിക്കുവാൻ ഇന്നു മുതൽ ഒരു മധ്യസ്ഥയുണ്ടായിരിക്കും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളാരും ദൈവത്തെ പോലെ പരിശുദ്ധരല്ല. അമ്മ ജീവിതകാലത്ത് എന്തെങ്കിലും ചിന്തയാൽ, വാക്കാൽ, പ്രവൃത്തിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം പാപപ്രതി കൊടുത്ത് അമ്മയെ സ്വർഗഭാഗത്തിൽ ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകമായ കടമ. ഇന്നലെ മുതൽ അണക്കര ഇടവകയിലെ എല്ലാവരും ഗ്രേസമ്മയെക്കുറിച്ചുള്ള കാര്യമാണ്. പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ കുറച്ച് സമയമെങ്കിലും അണക്കര ഇടവകയിൽ അമ്മയെ കൊണ്ട് വെക്കാൻ പറ്റുമോ? ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയൊന്ന് കാണാൻ വേണ്ടിയാണ്. കാരണം അണക്കര ഇടവകയിലെ നാനാജാതി മനസ്ഥർ ഏറ്റവും അധികം അമ്മയെ സ്നേഹിക്കുന്നു. കാരണം അത്രമാത്രം അമ്മ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നു എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നുമായിട്ട് അണക്കരയിൽ നിന്നും അനേകർ കഷ്ടപ്പാട് സഹിച്ച് ഇന്നിവിടെ വന്നെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ വലിയ സേവനമാണ്. 19 വർഷം അണക്കര ഇടവകയ്ക്ക് വേണ്ടി, അണക്കര ഇടവകയെയും അവിടെയുള്ള നാനാജാതി മതസ്ഥർക്കും വേണ്ടി അമ്മ ചെയ്ത വലിയ പ്രവർത്തനങ്ങൾക്ക് അണക്കരയിലെ എല്ലാ ഇടവക്കാരുടെ പേരിലും അണക്കരയിലെ നാനാജാതി മനസ്ഥരുടെ പേരിലും അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ.